ടേപ്പ് കിട്ടിയ ആള്. മാനം പോയല്ലോടാ. അവൾ എന്നെ കളിയാക്കാൻ തന്നെ ചോദിച്ചാ അല്ലടാ? അതെ അതെ. എടാ ഇത് അവളൊരു പാര ഇറക്കിയതല്ലേ, നീയും അതേ പാര എന്നെ അടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. ഒരു സ്റ്റോറി പറയാം. അത് എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു കുട്ടിയുടെ ഭയങ്കര ഇഷ്ടം തോന്നി. നീ ആരെ സ്നേഹിക്കുന്നു? അത് പറയടാ. ഇവിടുത്തെ ദേവിയെ. അപ്പോൾ എനിക്ക് പോയി പറയാൻ ഒരു മടി. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, എടാ എനിക്കൊരു കുട്ടി ഇഷ്ടമാണ്. പ്ലസ് ടു അല്ല, അത് പറയത്തില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ചേരും, ഫ്രാങ്ക് പറയും, അപ്പൊ കേട്ടാ മതി. മോനെ കണ്ട, അവനെ സൂക്ഷിക്കണം, അവന് ഭ്രാന്ത, നമ്മളെ പോലല്ല. മറ്റേ അപ്പൊ കുറെ ഉണ്ട്, സ്റ്റേജ് വൈസാ. സുധർമ്മ, മേരി ജോൺ, നമ്മുടെ ജെസി. ഇതൊക്കെ എന്ത്? അപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ഒരേ ട്യൂഷൻ ക്ലാസ് ആയിരുന്നു. അപ്പൊ അവൻ പോയി അവളുടെ അടുത്ത് പറഞ്ഞു, അവള് തിരിച്ചെന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്കും ഇഷ്ടമാണ്, ഐ ലവ് യു. അങ്ങനെ പ്രേമം മുട്ടിട്ട് ഞാൻ ഭയങ്കര ഫീലായിരുന്നു. അങ്ങനെ നമ്മൾ 2 വർഷം ഇങ്ങനെ പോയപ്പോഴത്തേക്ക് പുതിയൊരു പയ്യൻ വന്നു. അപ്പൊ ഞാനും ഒരു ഭയങ്കര കമ്പനിയായി. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അതിന്റെ ലൈന, അപ്പൊ എന്റെ ലൈന എന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ പറഞ്ഞു ആടാ. അപ്പം ഇവൻ അവളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ചേർന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് പറയും, അവളുടെ അടുത്ത് പറയാം. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നീ ലെറ്റർ സ്കീം ഒക്കെ ഉണ്ടല്ലോ, ഇവിടെ ലെറ്റർ എഴുതി എനിക്ക് അയച്ചു തരും, ഞാൻ ലെറ്റർ ഉണ്ടെങ്കിൽ അയച്ചു. പിന്നെ എന്റെ അടുത്ത് പറയാതെ ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ആയി, ഇവര് തമ്മിൽ അങ്ങോട്ട്